ഹായ്. അപ്പം നമ്മുടെ 4 മാസത്തെ കിടിലം വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും കപ്പൽ കയറാനുള്ള പരിപാടിയിലാണ് നമ്മൾ. അങ്ങനെ ഫ്രണ്ട്സിനോടും ഫാമിലിനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ഉള്ളത് കരിപ്പൂർ എയർപോർട്ടിലാണ്, കോഴിക്കോട്. അങ്ങനെ ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റിലേക്ക് പോവാണ് ബോർഡ് ചെയ്യാനുള്ള. നമ്മുടെ ഫ്ലൈറ്റ് കരിപ്പൂരിൽ നിന്ന് ഡയറക്റ്റ് ഖത്തറിലേക്കാണ്. പുലർച്ചെ 3:35 നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരാണ്ടാക്കാൻ വേണ്ടിയിട്ടും പ്രൊസീജിയറൊക്കെ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു 12 മണി ആയപ്പോഴത്തേന്, രാത്രി 12 മണിക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സമയത്തിന് തന്നെ എയർപോർട്ടിലെത്തി പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഡേറ്റ് ഏപ്രിൽ 3, പെരുന്നാൾ നോമ്പൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ജോയിൻ ചെയ്യാൻ പോണത്. അപ്പോൾ ജോയിൻ ചെയ്യുന്ന പ്രൊസീജിയർ എങ്ങനെയാണ്, എത്ര ഫ്ലൈറ്റ് കയറിയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. വീഡിയോ എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കാം. അങ്ങനെ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബോർഡിംഗ് കോൾ വന്നു. ഫൈനലി നമ്മൾ പോവാണ്. പ്രാവശ്യം ഒരു 4 മാസം വീട്ടിൽ നിന്നതിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പോകാൻ. ഇമോഷണലി കണക്റ്റായിപ്പോയി, വീടും നാടും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഇനി രക്ഷയില്ല, ഇനി പോയേ പറ്റും. അങ്ങനെ ഖത്തർ എയർവേയ്സാണ് നമ്മൾ ആദ്യത്തെ ഫ്ലൈറ്റ്. ഞാൻ ഈ കരിയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് എയർലൈൻസിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ പോയതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി എന്ന് പറയാൻ പറ്റിയ എയർലൈൻസ് വേറെ ഒന്നുമല്ല, ഖത്തർ എയർവേയ്സിനാണ്. അങ്ങനെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല ഇനി പ്രാവശ്യം. പക്ഷേ ഒരു ഫാമിലി ആയിരുന്നു വിൻഡോ സീറ്റിൽ. അവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് വിൻഡോ സീറ്റിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഓക്കെ ഇരിക്കാം പറഞ്ഞ് വിൻഡോ സീറ്റിലേക്ക് മാറി. അവർ അയൽ സീറ്റിലേക്ക് വന്ന് ഫ്ലൈറ്റ് അടുത്ത എയറിലെത്തിയപ്പോഴത്തേനും നമ്മുടെ ഫസ്റ്റത്തെ ഫുഡ് നമ്മളെ കയ്യിലെത്തി. ഫുഡിൻ്റെ കാര്യത്തിലൊന്നും പിന്നെ ഖത്തർ എയർവേയ്സ് ഒന്നും പറയാനില്ല. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ളൊരു സൺറൈസിൽ നമ്മൾ അന്നത്തെ ദിവസം തുടങ്ങുകയാണ്. സത്യം പറയല്ല, നോർമലി എപ്പോഴും ഷിപ്പ് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. പക്ഷേ ഇപ്രാവശ്യം എന്തോ ഞാൻ അത്ര എക്സൈറ്റഡ് അല്ലായിരുന്നു. ഞാൻ കുറച്ചുകൂടി കണക്റ്റഡ് ആയിപ്പോയി. നാടും വീടും ഒക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം പോകുമ്പോൾ. ഞാനിപ്പോൾ ഷിപ്പിലെത്തിയിട്ടാണ് ഇതിൻ്റെ വോയിസ് ഓവർ ചെയ്യണത്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഓക്കെ ആയി. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഇവിടെ വന്ന് നോർമലായി. നമ്മൾ അധിക കാലം നാട്ടിൽ നിന്നാലും ബുദ്ധിമുട്ടാണ്, അധികം നിന്നില്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു മിഡിൽ വെച്ചിട്ട് വേണം വെക്കേഷൻ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനായ ഖത്തറിലെത്തിയിരിക്കുകയാണ്. അപ്പം ഖത്തർ എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എയർപോർട്ടാണ്. നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കൊടുത്തുനിന്ന് എയർപോർട്ടിലേക്ക് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ നമുക്കൊരു ബസ്സുണ്ട്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ അവിടെ എല്ലാവരും ആ ബസ്സിലേക്ക് കയറിയാം. ആ ബസ് എയർപോർട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് തരും. എയർപോർട്ട് ഒരു രക്ഷയില്ലാത്ത എയർപോർട്ടാണ്. കിഡിലും എയർപോർട്ട് തന്നെ പറയാം. സൗകര്യങ്ങൾ കൊണ്ടും പിന്നെ അതിൻ്റെ ആ ഒരു പ്രീമിയം ഫീലും ഒക്കെ എല്ലാം കൊണ്ടും അടിപൊളിയാണ്. എല്ലാ ഫെസിലിറ്റീസും എല്ലായിടത്തും അവൈലബിൾ ആണ്. നമുക്കൊന്നും കണ്ടുപിടിക്കാനായാലും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാം പ്രോപ്പർലി സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പമാണ്, കൺവീനിയൻ്റ് ആണ്, എന്നാൽ പ്രീമിയമാണ് എയർപോർട്ട്. ഈ നോർമലി ഒരു വലിയ എയർപോർട്ടിലൊക്കെ നോർമലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് എവിടെയൊക്കെ പോകേണ്ടത്, എങ്ങനെ എത്തേണ്ടതെന്ന് അവിടെയുള്ള ആരോടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വട്ടെങ്കിലും ചോദിക്കേണ്ടി വരും. പക്ഷെ ഖത്തറിൽ അവിടെ പോയി നമുക്ക് തന്നെ എത്തിപ്പെടാവുന്നതേ ഉള്ളൂ. എല്ലാം പ്രോപ്പറാണ് അവിടെ. അങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് എനിക്ക് രണ്ടാമത് ബാഗ് ചെക്ക് ഇൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഡയറക്റ്റ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് നേരെ ബോർഡിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഫ്ലൈറ്റ് കയറാൻ പോവാണ്. അടുത്ത ഫ്ലൈറ്റും ഖത്തർ എയർവേയ്സിൻ്റെ തന്നെയാണ്. നമുക്ക് എങ്ങോട്ടാണ് പോകണമെന്ന് നോക്കാം. അങ്ങനെ നാട്ടിൽ നിന്ന് 3:30 എടുത്ത നമ്മുടെ ആദ്യത്തെ ഫ്ലൈറ്റ് ഖത്തർ ടൈം ഒരു 5:30 ആകുമ്പോൾ നമ്മൾ ഖത്തർ എത്തിയിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ഫ്ലൈറ്റ് ഇപ്പോൾ 8:10 ഖത്തർ ടൈം 8:10. ഇപ്പോൾ രണ്ടാമത്തെ ഈ ഫ്ലൈറ്റ് നമ്മൾ പോകാൻ പോണത്. നാട്ടിൽ നിന്ന് 3:30 കയറിയിട്ട് ഖത്തറിൽ 5:30 എത്തിക്കണമെന്നുണ്ടെങ്കിൽ കൂടി 2 മണിക്കൂറല്ലായിരുന്നു. നമ്മളെ ജേർണി ടൈം 4.5 മണിക്കൂറാണ്. ക്ലോക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്ത് ട്രാവൽ ചെയ്യാൻ പോണ ഫ്ലൈറ്റ് 7.5 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റാണ്. പക്ഷെ നമുക്ക് അവിടെ എത്ര മണിക്ക് എത്താമെന്ന് നോക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വലിയൊരു ഫ്ലൈറ്റാണത്. ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു വലിയ ഫ്ലൈറ്റായിരുന്നത്. പിന്നെ നല്ല അടിപൊളി നല്ല ജോയ്സ്റ്റിക്കും പിന്നെ കുറേ ഫിലിംസും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നല്ല ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബോറടിക്കാണ്ടൊക്കെ വേണ്ടിയിട്ട് ഉണ്ടായാലേ പറ്റൂ. 7.5 മണിക്കൂറോളം നമ്മളിനി ഇതിൽ ഇങ്ങനെ ഇരിക്കണ്ടേ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വിൻഡോ സീറ്റാണ് നമുക്ക് കിട്ടിയത്.
നമ്മൾ പുറത്തോട്ട് വ്യൂ ഒക്കെ കണ്ട് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് നമ്മൾ ടേക്ക് ഓഫ് എൻജോയ് ചെയ്യാൻ പോവാണ്. ഈ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴുള്ള ഒരു ഫീല് അത് വേറെ തന്നെ ഒരു ഫീലാണ്. പക്ഷേ അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല, ബാക്കിയൊക്കെ കണക്കാണ്. അങ്ങനെ ഖത്തറിനോട് നമ്മൾ ബൈ ബൈ പറയാണ്. അപ്പം അടുത്തത് നമുക്ക് എങ്ങോട്ടാ പോകണമെന്ന് നോക്കാം. അങ്ങനെ പകലതിനോണ്ട് നമുക്ക് വിൻഡോ സൈഡ് ഇരുന്നതിനോണ്ട് നല്ല കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് എയർ ഹോസ്റ്റസ് നമ്മുടെ ആദ്യത്തെ ഫുഡായിട്ട് വരുന്നു. അപ്പം ഫുഡിനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അതായിരുന്നു നമ്മളെ ഫുഡ്. അപ്പോൾ പച്ചക്കറികളൊക്കെ ഉണ്ട്, ജ്യൂസും വെള്ളവും ഒരു സ്വീറ്റും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചിക്കൻ റോൾ പോലത്തെ ഒരു സാധനം കൊണ്ട് തന്നു, അതും കഴിച്ച്. ഫുഡ് പിന്നെ ലാവിഷാണ്. പിന്നെ നമ്മൾ നല്ല ആൾട്ടിറ്റ്യൂഡിലുള്ളത്. പുറത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -55 ഡിഗ്രിയാണ്. ഇനി നമുക്കൊരു 834 മൈൽ കൂടി പോവാണ്ട്. ഇപ്പോൾ 2400 സംതിങ് മൈൽ ഓൾറെഡി ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ ഒരു എയർ വ്യൂ, ഒരു ഏരിയൽ വ്യൂ ആണ് ഇത്. നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് നോക്കാം എവിടെയാണ് ലാൻഡ് ചെയ്യണത് നോക്കാം. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ, നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല, നമ്മളെ സെക്കൻഡ് ഫ്ലൈറ്റിൻ്റെ ഡെസ്റ്റിനേഷൻ. സ്ഥലം വേറൊന്നുമല്ല, നമ്മൾ ഇന്ത്യക്കാർക്ക് നല്ല പരിചയമുള്ള ഒരുപാട് ഇന്ത്യൻസുള്ള, നമുക്ക് അവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു നാട് ഫീൽ കിട്ടണ നമ്മളെ ലണ്ടനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ 1.5 മണിക്കൂറിൻ്റെ നീണ്ട ഫ്ലൈറ്റിന് ശേഷം അടിപൊളിയായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്ത് നമ്മൾ ലണ്ടനിൽ കാലുകുത്താൻ പോവാണ്. അങ്ങനെ നമുക്ക് ലണ്ടൻ എയർപോർട്ടൊന്ന് കാണാം. ഞാൻ പറഞ്ഞ പോലെ വലിയ എയർപോർട്ടാണ്, പക്ഷേ ഖത്തർ എയർപോർട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതാ പറഞ്ഞത്, നമ്മളെ ഖത്തർ എയർപോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര കൺവീനിയൻ്റാണ്. അതവിടെ പോയവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ലണ്ടൻ എയർപോർട്ടിലേക്ക് വരുന്നത്. എനിക്ക് ഇവിടെ എവിടെയൊക്കെ എങ്ങനെ ഏതാന്നുള്ള വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഒന്നാമത് ഇവിടെ 2 എയർപോർട്ട് ഉണ്ട്. അപ്പോൾ ഒരു നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു എയർപോർട്ടിൽ നമ്മൾ വന്നിറങ്ങുന്നു, വേറെ എയർപോർട്ടിൽ നിന്നാണ് ഡിപ്പാർച്ചർ. അങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ടൈം അതിനോട് ഞാൻ കുറച്ച് ആൾക്കാരുടെ സഹായമൊക്കെ തേടി ഞാൻ എവിടെയൊക്കെ പോകേണ്ടി, എങ്ങനെ പോകേണ്ടി എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി അങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ എത്തേണ്ടിയോടത്ത് കറക്റ്റായിട്ട് നമ്മൾ സമയത്തിന് എത്തിയിട്ടുണ്ട്. നമുക്ക് ഫ്ലൈറ്റ് ഒന്ന് മാറ്റി പിടിക്കാം. അടുത്ത നമ്മൾ ബ്രിട്ടീഷ് എയർവേസിലാണ് പോകാൻ പോണത്. അങ്ങനെ ഇതാണ് നമ്മുടെ അവസാനത്തെ ഫ്ലൈറ്റ്. ഇത് അങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോണത്. അവിടെ നിന്നാണ് നമ്മൾ ഷിപ്പ് കയറാൻ പോണത്. ഇനി ഇതെങ്ങോട്ടാണ് പോകണത് നമുക്ക് നോക്കാം. അങ്ങനെ ഗായ്സ്, നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ്. വെൽക്കം ടു സ്പെയിൻ വിത്ത് ഓൾ മൈ പെട്ടീസ്. അതാണ് ഹൈലൈറ്റ്. എല്ലാ പെട്ടിയും കിട്ടി നമുക്ക് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പെട്ടില്ലാണ്ടല്ല നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഓവർ സമയം പോസ്റ്റ് ആക്കേണ്ടത് തന്നെ നമ്മൾ ഏജൻറ്റ് പെട്ടെന്ന് തന്നെ വന്നു ഇപ്രാവശ്യം. അപ്പം പുള്ളിക്കാരി ഒരു ടാക്സിയൊക്കെ ആയിട്ട് വന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ നമ്മളെ ഹോട്ടലിലേക്ക് കൊണ്ടുപോവാണ്. ഭയങ്കര ടയർഡാണ്. ബെഡ് കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങും, അത്രയ്ക്ക് ടയർഡാണ്. പക്ഷെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഏജൻറ്റ് സ്പാനിഷിൽ എന്തെല്ലോ പറയുന്നുണ്ട്. എനിക്കൊരു തേങ്ങയും മനസ്സിലായിട്ടില്ല. എനിക്കാകെ 2 വാക്കേ അറിയുള്ളൂ. അമീഗോ ഹസ്ത വിസ്ത, അങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ച് നേരം. അങ്ങനെ നമ്മളെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്ത് തന്ന് ഏജൻറ്റ് പോയി. നമ്മളെ ചെക്കിങ് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഒക്കെ സെറ്റാക്കി തന്ന് പുള്ളിക്കാരി പോയി. അങ്ങനെ എത്തിയ പാടിയാ നല്ലൊരു കൂൾ ഡ്രിങ്ക് കുടിച്ച് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. ദാഹവും വിശപ്പും ഉറക്കവും എല്ലാം കൂടി ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ റൂം. വലിയ മോശമൊന്നും ഇല്ലാത്ത നല്ലൊരു ടീക്ക് റൂമായിരുന്നു. നമുക്ക് നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള പുറത്തോട്ടൊരു വ്യൂവും പിന്നെ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു ക്യൂട്ട് റൂമായിരുന്നു. വീട്ടുകാർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. പുലർച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഞാൻ. ഉച്ചയാകുമ്പോൾ ലണ്ടനിൽ, വൈകുന്നേരം സ്പെയിനിൽ. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഒരു സംഭവം ശരിയാണ്. എന്ത് പെട്ടെന്ന് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റണത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. 3 രാജ്യമാണ് ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്തത്.
അങ്ങനെ ഇതാണ് നമ്മുടെ റൂം. നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുള്ള നല്ല വൃത്തിയുള്ളൊരു ക്യൂട്ട് റൂമായിരുന്നു. അങ്ങനെ ഞാൻ ബെഡും ഇരിക്കാൻ നിന്നിട്ടില്ല. ഇരുന്ന് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുമെന്ന് എനിക്ക് അറിയുന്നതിനെ കൊണ്ട് ഞാൻ ജസ്റ്റ് റൂമിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ എന്താക്കി ഫുഡ് കഴിക്കാനുള്ള പരിപാടിനെ പറ്റി ചിന്തിച്ച്. ഫുഡ് കഴിക്കാൻ എന്ത് ചെയ്യുന്നു റിസപ്ഷനിൽ വെച്ചപ്പോൾ അവർ പറഞ്ഞു പുറത്ത് നല്ല ഒരു പിസ്സ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, വേഗം വിട്ട് താഴോട്ട് എലിവേറ്റർ കയറി താഴോട്ട് പോവാണ്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. ചെറിയൊരു മഴൻ്റെ ചാറലുണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നമ്മൾ പിസ്സ ഷോപ്പും തൊപ്പി നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നടന്ന് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ടാർഗറ്റിൽ എത്തിയിരിക്കുകയാണ്. യെസ്, പിസ്സ ഷോപ്പ്. ടെലിപിസ്സ എന്നായിരുന്നു ഷോപ്പിൻ്റെ പേര്. എന്തപ്പോൾ പൈസ ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പൈസ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല, കാരണം നമ്മളെ പൈസ അല്ലല്ലോ, കമ്പനീൻ്റെ പൈസ അല്ലേ. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഒരു പിസ്സ എങ്ങനെയൊക്കെയോ സ്പാനിഷിൽ അവിടെയുള്ള സെയിൽസ് ഗേളിനെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു പിസ്സ എത്തിച്ച്. അങ്ങനെ പിസ്സ ഒക്കെ കഴിച്ചിട്ട് റൂമിൽ പോയിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ വിളിച്ച് എണീപ്പിച്ച് ഓക്കെ ഇങ്ങനെ നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം താഴോട്ട് ഇറങ്ങി. എല്ലാം പെട്ടെന്നായിരുന്നു. ഒറ്റ ദിവസം റൂമിൽ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഏജൻറ്റ് നമ്മുടെ ഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ബെൻസൊക്കെ എടുത്തിട്ട് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഒന്ന് പെട്ടെന്നൊന്ന് ഫ്രഷപ്പ് ആയിട്ട് താഴോട്ട് ഇറങ്ങി. അങ്ങനെ യെസ്, നമ്മുടെ ലൈഫിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവാണ്. ഇനി അടുത്ത 5 മാസത്തെ നമ്മുടെ വീട് മനില മസ്ക്. ഇതാണ് നമ്മുടെ അടുത്ത ഷിപ്പ്. ഒരു പടുകൂറ്റൻ ഷിപ്പാണ്. 20,000 കണ്ടെയ്നർ കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉള്ള ഒരു വലിയൊരു ഷിപ്പാണ്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഷിപ്പ് ഞാൻ നാവിഗേറ്റ് ചെയ്യാൻ പോണത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിൽ ഞാൻ വരുന്നുണ്ട്. നമ്മുടെ ഈ ഷിപ്പിൻ്റെ ഉള്ളിലത്തെ അക്കോമഡേഷൻ ടൂറും ഇതിൻ്റെ ഉള്ളിലത്തെ എക്സ്പീരിയൻസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത് തന്നെ കാണാം. അപ്പോൾ അതുവരെ ഓക്കെ, ബൈ.